അതേസമയം പോലീസ് അസോസിയേഷന്റെ ഓഫീസേഴ്സ് ഓഫ് ദി ഇയർ അവാർഡ് ആർക്കാ കിട്ടിയെന്ന് അറിയണ്ടേ? ആ 14 വയസ്സുകാരൻ പയ്യനെ ഗ്ലെൻഡയുടെ വാക്ക് കേൾക്കാതെ ഡാമറിന് തിരിച്ചു കൊണ്ടു കൊടുത്ത ആ 2 പോലീസുകാർക്ക്. 2 പ്രോഗ്രാമുകളുടെയും വെന്യൂസ് തമ്മിലുള്ള വ്യത്യാസം തന്നെ നിങ്ങൾ കണ്ടില്ലേ? കോണറാക്ക് എന്ന് പറഞ്ഞ ആ പയ്യനില്ലേ, ആ 14 വയസ്സുള്ള വിക്ടിം, സിറ്റി പോലീസിന്റെ അനാസ്ഥ കാരണമാണ് ആ പയ്യൻ മരിച്ചത് എന്നുള്ളത് കൊണ്ട് അവർക്കെതിരെ $10 മില്യൺ നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ട് ആ പയ്യന്റെ ഫാമിലി ഒരു കേസ് കൊടുക്കും. പക്ഷേ ആ കുട്ടിയെ സംരക്ഷിക്കേണ്ടത് പോലീസിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടി അല്ലെന്ന് പറഞ്ഞ് കേസ് തള്ളും. എന്താല്ലേ? പക്ഷെ സിറ്റി കോർപ്പറേഷൻ ആ ഫാമിലിക്ക് $8,50,000 കൊടുക്കും. ഇതിനിടയ്ക്ക് ഡാമറിന്റെ സാധനങ്ങളൊക്കെ കളക്ടേഴ്സ് ഐറ്റംസ് ആയിട്ട് ഓപ്ഷനിൽ വിൽക്കും. പക്ഷെ അത് സഹിക്കാനാവാതെ ജോ സിൽബർ എന്നു പേരുള്ള ഒരു മനുഷ്യൻ അതെല്ലാം വാങ്ങി നശിപ്പിച്ചു കളയും. അത് വാങ്ങിയതിന്റെ ഒരംശം പൈസ പുള്ളി എല്ലാ വിക്ടിംസിന്റെയും ഫാമിലിക്കും കൊടുക്കും. ഈ സംഭവത്തിനെല്ലാം ശേഷം 2 മാസം കഴിഞ്ഞ് സിറ്റി ഗവൺമെന്റ് ഡാമർ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റ് വാങ്ങി അത് പൊളിച്ചു കളയും. ഇവിടെ ജയിലിലാണെങ്കിൽ പ്രയർ സെഷനിടയിൽ ഡാമറിനെ ഒരാൾ കുത്തിക്കൊല്ലാൻ ശ്രമിക്കും. പക്ഷെ മരിക്കില്ല. ഡാമർ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും അവന് ഫാൻ മെയിൽസ് വന്നുകൊണ്ടേയിരുന്നു.